മഹാഭാരതത്തിലെ ഏറ്റവും തീക്ഷ്ണമായ വൈരാഗ്യത്തിൻ്റെയും ദൈവീകമായ ക്ഷമയുടെയും കഥയാണ് ശിശുപാലൻ്റേത്. സുദർശനചക്രം ഉയരുമ്പോൾ അവിടെ അവസാനിക്കുന്നത് ഒരു അഹങ്കാരിയുടെ അഹങ്കാരം മാത്രമല്ല, ഒരു ജന്മത്തിൻ്റെ ശാപമോക്ഷം കൂടിയാണ്. ആരാണ് ശിശുപാലൻ? എന്തുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ അവനോട് ഇത്രയധികം ക്ഷമ കാണിച്ചു? നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. ചേതി രാജാവായ ദമഘോഷൻ്റെയും ശ്രീകൃഷ്ണൻ്റെ അമ്മായിയായ ശ്രുതശ്രവസിൻ്റെയും മകനായാണ് ശിശുപാലൻ ജനിച്ചത്. എന്നാൽ ജന്മസമയത്ത് ആ കുഞ്ഞിനെ കണ്ട ബന്ധുക്കൾ ഞെട്ടിപ്പോയി. 3 കണ്ണുകളും 4 കൈകളുമുള്ള വിചിത്രരൂപിയായ ഒരു കുഞ്ഞ്. ഭയചകിതരായ മാതാപിതാക്കൾ അവനെ ഉപേക്ഷിക്കാൻ പോലും തീരുമാനിച്ചു. അപ്പോഴാണ് ആകാശത്തു നിന്ന് ഒരു അശരീരി മുഴങ്ങിയത്. ആരുടെ മടിയിലാണോ ഈ കുട്ടി ചെല്ലുമ്പോൾ അവന് സാധാരണ രൂപം ലഭിക്കുന്നത്, അവനാൽ ഇവൻ വധിക്കപ്പെടും. പിന്നീട് അവിടേക്ക് ശ്രീകൃഷ്ണനെത്തി. കൃഷ്ണൻ ആ കുഞ്ഞിനെ കൈകളിലെടുത്തതും അത്ഭുതകരമായ മാറ്റം സംഭവിച്ചു. കുഞ്ഞിൻ്റെ അധികമുള്ള കൈകളും കണ്ണും അപ്രത്യക്ഷമായി. ഇതുകണ്ട ശിശുപാലൻ്റെ അമ്മ ശ്രുതശ്രവസ് ഭഗവാനോട് ഒരു വരം ചോദിച്ചു. അമ്മയല്ലേ കൃഷ്ണ, ഇവൻ ചെയ്യുന്ന 100 തെറ്റുകൾ നീ ക്ഷമിക്കണേ. പുഞ്ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ ആ വരം നൽകി. അന്ന് തുടങ്ങിയതാണ് ആ കണക്കെടുപ്പ്. പുരാണങ്ങൾ പറയുന്നത് പ്രകാരം വൈകുണ്ഠത്തിലെ ദ്വാരപാലകരായ ജയവിജയന്മാർക്ക് സനകാദി മുനിമാരുടെ ശാപം ലഭിച്ചു. അതിനാൽ അവർ ഭൂമിയിൽ ശിശുപാലനും ദന്തവക്രനായിട്ടും ജനിച്ചു. ഹിരണ്യകശിപുവായും രാവണനായും ജനിച്ച അവർക്ക് 3ാം ജന്മത്തിൽ കൃഷ്ണനോടുള്ള വിരോധത്തോടെ ജനിക്കേണ്ടി വന്നു. കൃഷ്ണൻ്റെ അമ്മായിയുടെ മകനായിട്ടും അസൂയയും പകയും അവൻ്റെ മനസ്സിൽ വളർന്നു. രുക്മിണി സ്വയംവര വേളയിൽ കൃഷ്ണനോടുണ്ടായ പകയും അധികാരത്തോടുള്ള അമിത ആസക്തിയും അവനെ കൂടുതൽ അഹങ്കാരിയാക്കി. ഒരിക്കൽ ഇന്ദ്രപ്രസ്ഥത്തിൽ രാജസൂയ യാഗം നടക്കുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിക്ക് അഗ്രപൂജ നൽകാൻ തീരുമാനിച്ചപ്പോൾ ഭീഷ്മർ നിർദ്ദേശിച്ചത് ശ്രീകൃഷ്ണൻ്റെ പേരായിരുന്നു. ഇത് ശിശുപാലൻ്റെ അഹങ്കാരത്തെ മുറിപ്പെടുത്തി. സദസ്സിൽ വെച്ച് അവൻ കൃഷ്ണനെ പലതരത്തിൽ അസഭ്യം പറയാൻ തുടങ്ങി. കൃഷ്ണൻ എണ്ണി തുടങ്ങി. 1, 2, 3, 4 അങ്ങനെ എണ്ണി 99 അത്രയും അധിക്ഷേപങ്ങൾ കൃഷ്ണൻ കേട്ടു കഴിഞ്ഞു. സദസ്സ് നിശബ്ദമായി. ശിശുപാലൻ നിർത്തിയില്ല. 100ാമത്തെ തെറ്റ് ചെയ്ത നിമിഷം ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ സുദർശന ചക്രം തെളിഞ്ഞു വന്നു. ഒറ്റ നിമിഷം കൊണ്ട് ശിശുപാലൻ്റെ ശിരസ് അറ്റുപോയി. എന്നാൽ ശിശുപാലൻ്റെ ശരീരത്തിൽ നിന്ന് ആ സമയം ഒരു ജ്യോതിസ് ഉയർന്ന് ശ്രീകൃഷ്ണനിൽ ലയിക്കുന്നത് കണ്ട് സദസ്സിലുള്ളവർ വിസ്മയത്തോടെ നോക്കി നിന്നു. അഹങ്കാരം വെടിഞ്ഞപ്പോൾ ജയവിജയന്മാർക്ക് തിരികെ വൈകുണ്ഠത്തിലേക്ക് മടങ്ങാനുള്ള വഴിയാണ് ആ മരണത്തിലൂടെ ശ്രീകൃഷ്ണൻ തുറന്നുകൊടുത്തത്. ശിശുപാലൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും